ബി.ജെ.പിയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ബീഹാറിലെ സാമ്രാട്ട് ചൗധരി നിയമസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് അദ്ദേഹം പാൻപരാഗ് പോലെ എന്തോ ഒന്ന് ചവയ്ക്കുന്നതായി ദൃശ്യമാധ്യമങ്ങൾ വീഡിയോ പകർത്തിയിരുന്നു. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് സാമ്രാട്ട് ചൗധരി എന്താണ് ചവച്ചത്? ചൂയിങ്കം പോലത്തെ എന്തോ ഒന്നാണ് അദ്ദേഹം കൃത്യമായി കൈപൊത്തി പിടിച്ചുകൊണ്ട് ചവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ ബീഹാറിൽ അടിയന്തരമായ ഒരു നീക്കം നടക്കുകയാണ്. അതായത് അവരുടെ ചിരകാല അഭിലാഷമെന്നത് ബീഹാറിൽ അവരുടെ മുഖ്യമന്ത്രിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് തന്നെയാണ് സാമ്രാട്ട് ചൗധരിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എന്ത് വില കൊടുത്തും അവിടെ അധികാരം പിടിച്ചെടുക്കുക. 89 MLA-മാരായിരുന്നു നേരത്തെ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അത് വർദ്ധിച്ച് കോൺഗ്രസിലെ 6 MLA-മാരെ കൂടി ചാക്കിട്ട് പിടിച്ച് അത് 95 മാറ്റുക. JDU-വിലെ കുറെ പേരെ കൂടി ചാടിച്ച് കേവല ഭൂരിപക്ഷത്തോടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക എന്നതാണ് സാമ്രാട്ട് ചൗധരിയുടെ ലക്ഷ്യം. അതായത് അദ്ദേഹത്തിനെ ഇപ്പോൾ മുന്നിൽ നിർത്തിയിരിക്കുന്നത് ഗുണ്ടായിസ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയാണ്. സാമ്രാട്ട് ചൗധരി എന്നത് വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലോക്കൽ നേതാവായിരുന്നു. അദ്ദേഹത്തിനെ പിടിച്ച് ബി.ജെ.പി ബാറ്റണേൽപ്പിച്ചതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് വിടക്കാക്കി തനിക്കാക്കാൻ സാമ്രാട്ട് ചൗധരിയെ പോലെ ഒരാളെ കൊണ്ടുവന്നാൽ മാത്രമേ മതിയാവുകയുള്ളൂ. സുശീൽ കുമാർ മോദിയെ പോലുള്ള ഒരു വ്യക്തി ബി.ജെ.പിയുടെ ഉപമുഖ്യമന്ത്രിയായി വർഷങ്ങളോളം നിതീഷുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം വിലപേശൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അനാവശ്യമായ വാഗ്വാദങ്ങളോ ഒന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ സാമ്രാട്ട് നേരെ തിരിച്ചാണ്. അദ്ദേഹം അവിടെ എടുക്കുന്ന സംസ്കാരമെന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ നയങ്ങളിലും ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ കൃത്യമായിട്ടുള്ള RSS അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബീഹാറിൽ ഒരു പാവഭരണം മാത്രമാണ് നിതീഷിൻ്റേത്. നിതീഷിനെ തൽക്കാലം മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നതൊഴിച്ചാൽ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈയേറിയിരിക്കുന്നത് ബി.ജെ.പി നേതാക്കൾ തന്നെയാണ്. ബി.ജെ.പി അറിയാതെ അവിടെ ഒരു കരിയില പോലും അനങ്ങില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അദ്ദേഹം പുകയില ഉൽപ്പന്നം പോലെ എന്തോ ആണ് ചവയ്ക്കുന്നത് എന്ന രീതിയിൽ പ്രതിപക്ഷം അതിശക്തമായ വാദമുഖങ്ങൾ ഉയർത്തുമ്പോഴും അദ്ദേഹം മാധ്യമങ്ങളുടെ മുൻപിൽ അതല്ല എന്ന് നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. അതിന് എന്താണ് എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ വ്യക്തമാക്കുന്നത്. അദ്ദേഹം യുവാക്കൾക്കും സമൂഹത്തിനും കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വവും RJD നേതൃത്വവും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്.